എല്ലാവർക്കും നമസ്കാരം. ജീസസ് ക്രൈസ്റ്റിനെ എന്താണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്? ഒന്ന്, ലോക ചരിത്രത്തിൽ മനുഷ്യകുലത്തിൻ്റെ പാപത്തിനു വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരു ദൈവമാണ് ജീസസ് ക്രൈസ്റ്റ്. രണ്ട്, എങ്ങനെയാണ് ഒരു മാതൃകാ ജീവിതം നയിക്കേണ്ടതെന്ന് ഈ ലോകത്തിലേക്ക് മനുഷ്യൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് ജീവിച്ച് കാണിച്ചു തന്ന ഒരു ദൈവമാണ് ജീസസ് ക്രൈസ്റ്റ്. മൂന്ന്, എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന്, മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചൊരു ദൈവമാണ് ജീസസ് ക്രൈസ്റ്റ്. അടുത്തത്, ദൈവം സ്നേഹമാണെന്നും നമ്മൾ മറ്റുള്ളവരെ പരസ്പരം സ്നേഹിക്കണമെന്നും പഠിപ്പിച്ചൊരു ദൈവമാണ് ജീസസ് ക്രൈസ്റ്റ്. അടുത്തത്, മറ്റുള്ളവരെ സഹായിക്കുവാൻ പഠിപ്പിച്ച ദൈവമാണ്. രണ്ടുടുപ്പുള്ളവനൊന്നില്ലാത്തവന് കൊടുക്കട്ടെ, തന്നോടുകൂടി 1 മൈൽ ദൂരം നടക്കുവാൻ ആവശ്യപ്പെടുന്നവൻ്റെ കൂടെ 2 മൈൽ ദൂരം നടക്കണം എന്നൊക്കെയുള്ള ഉപദേശങ്ങളെ തന്ന് പഠിപ്പിച്ച ദൈവമാണ് ജീസസ് ക്രൈസ്റ്റ്. അടുത്തത്, ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ ദൈവം. നിങ്ങളുടെ ഒരു കർണത്തടിക്കുന്നവന് മറ്റേ കർണവും കൂടി കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ ദൈവം. നിങ്ങൾ അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുതെന്ന് പറഞ്ഞ ദൈവം. അതും ജീസസ് ക്രൈസ്റ്റാണ്. അടുത്തത്, ആരാണ് നമ്മളുടെ അയൽക്കാരനെന്ന് വ്യക്തമായി നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന ദൈവമാണ് ജീസസ് ക്രൈസ്റ്റ്. എക്സാമ്പിൾ, ഒരു വ്യക്തി എരിഹോവിൽ നിന്നും ജെറീക്കോയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന് കള്ളന്മാരാൽ ആക്രമണമുണ്ടായി. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ രക്ഷിക്കുവാൻ വേണ്ടി വന്ന ആൾ ഒരു ശമരിയാക്കാരനായിരുന്നു. അന്നത്തെ കാലത്ത് ഇസ്രായേൽ ജനത്തിന് ശമരിയാക്കാരുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. എന്നാൽ അവിടെ നിന്നും ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തെ രക്ഷിക്കുവാൻ വന്നത്. അതായത് പുരോഹിതൻ കടന്നുപോയി, ലേവ്യർ കടന്നുപോയി, അങ്ങനെ പലരും ആ വഴിക്ക് കടന്നുപോയി. എന്നാൽ ഒരു ശമരിയാക്കാരനാണ് ഈ മനുഷ്യനെ രക്ഷിക്കുവാൻ വന്നത്. ആ രക്ഷിക്കുവാൻ വന്ന മനുഷ്യനാണ് നിൻ്റെ അയൽക്കാരൻ. അതാണ് നിൻ്റെ അയൽക്കാരൻ എന്ന് പഠിപ്പിച്ച ദൈവം. അതായത് ജാതിക്കും മതത്തിനുമൊക്കെ അപ്പുറമായിട്ട് മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ പഠിപ്പിച്ച ദൈവം. അതാണ് ജീസസ് ക്രൈസ്റ്റ്. ഇപ്പോൾ എന്തുകൊണ്ടോ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നൊരു ജാതിയായിട്ട് കുറേ പേർ അതിനെ ചിത്രീകരിച്ചിരിക്കുന്നു, കുറേ പേർ അതിനെ അങ്ങനെ കാണുന്നു. എന്നാൽ ഒരിക്കലുമല്ല, ജീസസ് ക്രൈസ്റ്റ് ഒരു മതസ്ഥാപകനോ മതമുണ്ടാക്കാനോ വന്നതല്ല. ജീസസ് ക്രൈസ്റ്റ് ഈ മാനവകുലത്തിൻ്റെ മുഴുവൻ ദൈവമായിട്ടും മാനവകുലത്തെ മുഴുവൻ രക്ഷിക്കുവാനുമാണ് ജീസസ് ക്രൈസ്റ്റ് ഭൂമിയിലേക്ക് അവതരിച്ചതും ക്രൂശിൽ മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതും. അതായത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ നോക്കി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന ഏതൊരു മനുഷ്യനോടും കരുണ കാണിക്കുന്ന ദൈവം, യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവമാകുന്ന ദൈവം, അതാണ് ജീസസ് ക്രൈസ്റ്റ്. അല്ലാതെ മറ്റുള്ളവരെ വെറുക്കാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടോ ഇന്ന് ക്രിസ്ത്യൻ സമൂഹത്തെ എടുത്തു നോക്കിയാൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഉപദേശങ്ങളും വേറൊരു ഭാഗത്തും ക്രിസ്ത്യാനി വേറൊരു ഭാഗത്തൂടെയാണ് നടന്നു പോകുന്നതെന്ന് കാണുവാൻ കഴിയും. ഒന്നാമത് വെറുപ്പ്. മറ്റുള്ളവരെ വെറുക്കരുത് എന്ന് പഠിപ്പിച്ച ദൈവം. ആ ദൈവത്തിൻ്റെ ആ ഒരു വചനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ന് മറ്റുള്ളവരെ വെറുക്കുന്ന ഒരു സമൂഹമായിട്ട് ക്രിസ്ത്യൻ സമൂഹം മാറിയിരിക്കുകയാണ്. അതിനകത്ത് തന്നെയുള്ളവരെ, അതായത് ഒരേ അപ്പത്തിൻ്റെ അംശികളായ ഒരേ ജീസസ് ക്രൈസ്റ്റിനെ ആരാധിക്കുന്ന വ്യക്തികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ജാതി തിരിച്ച് അവരെ വെറുക്കുന്നവരാണ് ഇന്ന് ക്രിസ്ത്യാനികൾ, അല്ലെങ്കിൽ വെറുക്കാൻ പഠിപ്പിക്കുന്നവരാണ്. എക്സാമ്പിൾ, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ പള്ളിയിലെ അച്ഛൻ, ഞാൻ ജ്ഞാനായ കത്തോലിക്കിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞങ്ങളുടെയൊക്കെ അച്ഛന്മാരെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ എന്താ പറയുക, ഈ പെന്തക്കോസ്തുകാരൊക്കെ നമ്മുടെ ഏരിയയിലോട്ട് വന്നാൽ പോലും അടുപ്പിക്കരുത്, അവരെ തല്ലി ഓടിക്കണം എന്നൊക്കെ ഇവർ പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും ദൈവം പറഞ്ഞിട്ടില്ല. ദൈവം ആരെയും വെറുക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മളിത് വെറുക്കുകയും ചെയ്യും, നമ്മൾ പോയി കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുകയും ചെയ്യും. അതാണ് നമ്മൾ ക്രിസ്ത്യാനികൾ. അതായത് മറ്റുള്ളവരെ വെറുക്കുവാൻ ഒരു പടിയും കൂടെ മുന്നിട്ട് നിൽക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ എന്ന കാര്യം മറന്നു പോകരുത്. ദൈവം പഠിപ്പിച്ചത് മറ്റുള്ളവരെ വെറുക്കാനല്ല, മറ്റുള്ളവരെ സ്നേഹിക്കാനാണ്. അതിലേത് മതവിഭാഗത്തിൽപ്പെട്ടവനുമാവട്ടെ, അവൻ മനുഷ്യനാണ്, നമ്മളെപ്പോലെ ചോരയും നീരുമുള്ള മനുഷ്യനാണെന്നും അവരെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ച ഒരു ദൈവത്തിൻ്റെ അനുയായികൾക്ക് ഒരിക്കലും മറ്റുള്ളവരെ വെറുക്കുവാൻ കഴിയത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം മറന്നു പോകരുത്. ഇനി അടുത്തത്, ദൈവം പറഞ്ഞിരിക്കുന്നു, 2 ഉടുപ്പുള്ളവനൊന്നില്ലാത്തവന് കൊടുക്കണം. എത്ര പേരത് ചെയ്യുന്നുണ്ട്? ഇന്നൊരു കല്യാണങ്ങൾക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു പള്ളിപ്പെരുന്നാൾ വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷങ്ങൾ വന്നാൽ നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ കുറേ ഷോ ഓഫ് കാണിക്കാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. എന്നാൽ നമ്മുടെ തൊട്ടപ്പുറയുള്ള
ഒരു നേരത്തിന് വകയില്ലാത്ത, ഭക്ഷണത്തിന് വകയില്ലാത്ത, ഒരു നല്ല വസ്ത്രം ധരിക്കുവാൻ ത്രാണിയില്ലാത്തവർക്ക് എന്ത് നമ്മൾ ചെയ്യുന്നവരുണ്ട്, ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ മറന്നു പോയിട്ട് നമ്മൾ ആരെയൊക്കെയോ കാണിക്കാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. നോക്കുക, ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ എന്ന് പറയുന്നത് അംബാനിയാണ്. നമ്മൾ എത്ര തലകുത്തി മറിഞ്ഞാലും അംബാനി ആകത്തില്ല. പിന്നെ ആരെ കാണിക്കാനാണ് ഈ കാട്ടിക്കൂട്ടലുകളെന്ന് മനസ്സിലാകുന്നില്ല. പലപ്പോഴും നമ്മൾ ഒത്തിരി ആഡംബരങ്ങൾക്ക് പുറകെ പോയി നമ്മളുടെ ജീവിതം തന്നെ തീർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കാരണം മറ്റുള്ളവർ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് അതിൻ്റെ ഡബിൾ ചെയ്യാൻ വേണ്ടി ലോൺ എടുക്കുന്നു, സ്വന്തം ആസ്തി പോലും നോക്കാതെ ലോൺ എടുക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ആർക്കാണ് ഇതൊക്കെ ശ്രദ്ധിക്കാൻ സമയമുള്ളത്? ഈ പൊങ്ങച്ചങ്ങളെ ശ്രദ്ധിക്കാൻ ആർക്കെങ്കിലും സമയമുണ്ടോ? കാരണം ഇവിടെ ഒരു പൊങ്ങച്ചം കണ്ടു കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് മാറിക്കഴിയുമ്പോൾ അതിലും വലിയ പൊങ്ങച്ചം അപ്പുറേ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാൻ ആർക്കും സമയമില്ല. കാരണം നമ്മൾ തന്നെ കുറേ പൊങ്ങച്ചങ്ങൾ കാണിച്ച് കുറേ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അതിനകത്ത് സമ്പാദിക്കുന്നു എന്നല്ലാതെ നമ്മളുടെ വിചാരം നമ്മൾ കുറേ പൊങ്ങച്ചം കാണിച്ചു കഴിയുമ്പോൾ ആരൊക്കെയോ നമ്മുടെ ഫാനാകുന്നു എന്നാണ്. അതൊക്കെ തെറ്റിദ്ധാരണയാണ്. അതൊക്കെ പണ്ട് ചിലപ്പോൾ ആൾക്കാർ നോക്കുന്നുണ്ടാകും. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ തലമുറയ്ക്ക് അതൊന്നും ഒന്നുമല്ല. അതൊന്നും ശ്രദ്ധിക്കാനും പോകുന്നില്ല. അവരൊക്കെ അവരവരുടെ ജീവിതം ആഘോഷിക്കുവാനുള്ള തിരക്കിലാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഓക്കെ, ഇനി അടുത്തത് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ അപ്പനാണ്, വിധവകൾക്ക് ഞാൻ, അനാഥന്മാർക്ക് വിധവകൾക്ക് ഞാൻ പിതാവാണ്, ഞാൻ നിങ്ങളുടെ അപ്പനാണ് എന്ന് പറഞ്ഞൊരു ദൈവമാണ് ജീസസ് ക്രൈസ്റ്റ്. അതിന് പറയുന്നു, പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല എന്ന് പറഞ്ഞ ദൈവം. ഇന്നത്തെ കാലത്ത് നമ്മൾക്കറിയാം എത്ര പെറ്റമ്മമാരുണ്ട്, ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്ന എത്ര പെറ്റമ്മമാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നു കുഞ്ഞുങ്ങളെ കാമുകൻ്റെ കൂട്ടത്തിൽ പോകാൻ എറിഞ്ഞു കൊല്ലുന്ന അമ്മമാർ, അല്ലെങ്കിൽ മക്കൾക്ക് തങ്ങൾ ഉദ്ദേശിച്ച ലെവലിൽ എത്തിയില്ല എന്ന് പറയുമ്പോൾ അവരെ തള്ളിക്കളയുന്ന മാതാപിതാക്കന്മാർ. ഇങ്ങനെയൊക്കെ ഉള്ളത് യേശുക്രിസ്തു നേരത്തെ ദർശിച്ചിരുന്നു. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. കാരണം മറക്കുന്ന ഒരു പെറ്റമ്മമാരുണ്ടാകുന്ന കാലമുണ്ട്. അതുകൊണ്ട് പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് പറഞ്ഞ ദൈവം, ആ ദൈവത്തെ തേടി വരുന്ന ആരെയും സ്നേഹിക്കുന്ന ദൈവം, ആരെയും കൈവിടാത്ത ദൈവം, ആരെയും ഉപേക്ഷിക്കാത്ത ദൈവം, നമ്മൾ തകർന്നു പോകുവാൻ ആഗ്രഹിക്കാത്തൊരു ദൈവം, അത് ജീസസ് ക്രൈസ്റ്റാണ്. ഈ ഗുണഗണങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനൊരു ജീസസ് ക്രൈസ്റ്റിൻ്റെ ഫോളോവറായത്. കാരണം മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും ഇത്രത്തോളം മറ്റുള്ളവർക്കൊരു നന്മ ചെയ്യുവാനും മറ്റുള്ളവർക്ക് വാല്യൂ കൽപ്പിക്കുന്ന ഒരു ദൈവം. പിന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ അയൽക്കാരെ സ്നേഹിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളെ എങ്ങനെ സ്നേഹിക്കുന്നോ അതുപോലെ തന്നെ നിങ്ങളുടെ അയൽക്കാരെയും കാണണം എന്ന് പഠിപ്പിച്ചൊരു ദൈവം. ഇന്ന് നമ്മൾക്കൊക്കെ അതിന് കഴിയുന്നുണ്ടോ? മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? എന്തിന്? ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യനെ വേർതിരിക്കുവാൻ മുന്നോട്ടിറങ്ങുന്നവർ ക്രിസ്ത്യാനികളല്ല, അത് ക്രിസ്തുവിൻ്റെ അനുയായികളുമല്ല എന്ന് നമ്മൾ ഓർത്തിരിക്കുക. ജീസസ് ക്രൈസ്റ്റ് എന്തു പറഞ്ഞു അതനുസരിക്കുന്നവനാണ് ഒരു ജീസസ് ക്രൈസ്റ്റിൻ്റെ ഫോളോവർ. ആ ഫോളോവറാണ് ക്രിസ്ത്യാനി, അല്ലാതെ അതൊരു മതമല്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.